ആശിപ്പിക്കല്ലേ. ഇന്നലെ വരുന്നു വിചാരിച്ച ചാളക്കൂട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ചോറപ്പം ഉണ്ടാക്കി തരാട്ടാ. ഇവളുടെ ഭരണത്തിന് കൂടുണ്ടല്ലോ ശിവ, എനിക്കതത്ര പിടിക്കുന്നില്ല. ഇയാൾക്ക് പിടിക്കണ്ട, പിടിക്കണ വേറെ ചിലരുണ്ട് ഇവിടെ ഇല്ലേ ശിവണ്ണ? എനിക്കത് കൊണ്ടുവന്നില്ലേ? പിന്നെ നിനക്ക് ജീൻസും ടോപ്പും കൂളിംഗ് ഗ്ലാസും കൊണ്ടുവന്നുണ്ട്. പോരെ, ശിവണ്ണ കൊണ്ടുവരാതിരിക്കില്ലെന്ന് എനിക്കറിയാം. അയ്യേ, കുപ്പിവളയും ചാന്തും കൺമഷിയൊക്കെ എനിക്കൊന്നും വേണ്ട. അയ്യടാ, നീ ആര് ഐശ്വര്യോ? உங்க மனசுல அவ மேல கொஞ்சோண்டு லவ் இல்ல? பைத்தியம் மாதிரி பேசாத. இல்லன்னு சொல்லி. நான் உன்னை மட்டும் தாண்டி லவ் பண்றேன். போதும் போதும். ஐ லவ் யூ டி. ஐயோ அப்பா, ஃபர்ஸ்ட் டைம் கேக்குறேன். நான் இன்னும் உன் வாயில இருந்து அது கூட கேட்கவே இல்லையே. லவ் யூ லவ் யூ. அடேங்கப்பா. എന്താ ചേച്ചി, കുട്ടി ഇതിനു മുമ്പ് വേറെ ഒരുപാട് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ ഭർത്താക്കന്മാരൊക്കെ കുട്ടിയോട് എങ്ങനെയായിരുന്നു പെരുമാറ്റം? ഭർത്താക്കന്മാരൊക്കെ വളരെ സ്നേഹത്തോടെയാ പെരുമാറിയിരുന്നത്. പക്ഷേ ഭാര്യമാരൊക്കെ ഒരു വകയായിരുന്നേ. അല്ല, കുട്ടി എന്തിനാ സാരി ധരിച്ചിരിക്കുന്നത്? അയ്യോ, എന്താ? സാരിയേക്കാൾ ഐശ്വര്യം ചുരിദാറാ. ശരീരം മുഴുവൻ കവർ ചെയ്യുന്നതുകൊണ്ട് പറയല്ല കേട്ടോ, അതൊരു ഐശ്വര്യ. അപ്പോ ചേച്ചിക്ക് വേണ്ടേ ഈ ഐശ്വര്യം? അതെ. എന്താ ചേച്ചി? കുട്ടിക്ക് അറിയോ, വടക്കേന്ത്യയിൽ ഒരു വീട്ടില് വീട്ടുകാരന്റെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതൊന്ന് സംസാരിച്ചു. എന്തോ വീട്ടുകാര്യം മതിയല്ലോ. അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കൊത്തി. അതെങ്ങനെ നിനക്കറിയാം? മുമ്പ് ഇവിടെ വന്ന ബിന്ദു പറഞ്ഞായിരുന്നു. ഓ, അപ്പൊ എല്ലാം അറിയാം. നീ എന്നെ അങ്ങനെ ഇട്ടിട്ട് പോവോടി? ഏയ്, ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോവോ? പക്ഷെ വിട്ടിട്ട് പോവും. റേഷൻ കടയിലെ പുഴുത്തരിയുടെ മണവുമായി മന്ദമാരതിന് എനിക്ക് ചുറ്റും വട്ടം കറങ്ങുമ്പോൾ നിന്റെ മുടിയിഴകളിലെ തുളസിക്കതലിലെ പരിമളത്തിലേക്ക് അലിഞ്ഞു ചേരാനുള്ള കൊതി കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് ഓടി വരണത്. ഭയങ്കര ഡയലോഗ് ഓടിക്കാതെ കടയിൽ പോവാൻ നോക്കി. അമ്മയുടെ വല്ലിക്കണ കേട്ടത് പോരായിരിക്കും. ഇതാ പിടി. നീ ഒട്ടും റൊമാൻറ്റിക് അല്ല. ഞാൻ അത്ര റൊമാൻറ്റിക് ഒന്നും അല്ല. ഇടയ്ക്കിടയ്ക്ക് നീ ഇത് പറയുന്നുണ്ടല്ലോ, നിനക്ക് എന്താടി ഇവിടെ അത്ര വലിയ ജോലി? ഏയ്, ഒന്നുമില്ലാലോ. രാവിലെ എഴുന്നേറ്റ് അടുക്കള ചെന്ന് കുക്കറിനോട് പറഞ്ഞാ മതിയല്ലോ, കുക്കറെ ഇന്ന് 3 പേർക്ക് ചോറ് വേണം കേട്ടോ. അത് കേട്ട ഉടനെ കുക്കർ എടുത്ത് വെള്ളം ഒഴിച്ച് അരിയിട്ട് വേവിച്ച് പാകാവുമ്പോ എന്നെ നോക്കി ഇങ്ങനെ കൂ കൂ എന്ന് വിളിക്കൂലോ. അങ്ങനെ ഒരുപാട് കീന്ന് കൂവണ്ട. ഈ വീട്ടിലെ ഈ ഇട്ടാവട്ടത്തിലുള്ള പണിയല്ലേ നിനക്കുള്ളൂ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോണം. എന്താ ഇത്ര വലിയ സീരിയസ്? ഇങ്ങനെ ചങ്കി കുത്തുന്ന തരത്തിലങ്ങ് പോയാലോ? വളച്ചു കെട്ടുന്നൊന്നുമില്ല. എന്നെ ഇഷ്ടമാണെങ്കിൽ അങ്ങ് പറ, തന്നെ ഞാൻ കെട്ടിക്കോളാം. ശരി, തനിക്ക് വിരോധമില്ലെന്ന് പറഞ്ഞാൽ മതി. എന്താ കൊച്ചേത്? എന്ത് ചോദിച്ചാലും താളം പിടിച്ച് കാണിക്കുക. അല്ല, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക, തന്നെ കളിയാക്കുകയാണോ? പിന്നെയും താളം. ശരി, തന്നെ എനിക്ക് ഇഷ്ടമല്ലെന്ന് താൻ പറ, ഞാൻ പോയിക്കോളാം. ഇതെന്താ ഇത്? രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ. நல்ல வயசு தான், 22. I'm 23. பரவாயில்ல, நீ என்னோட சின்ன பையன். அப்பா கேட்டா நீ என் தம்பி மாதிரின்னு சொல்லிடுறேன். கேட்டாருன்னா 10,000